ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ചക്രായുധധര ഗോവിന്ദ ചക്രപുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. രാവണനും കുംഭകർണനും വിഭീഷണനും ഒക്കെ നിത്യവും ഒരു കാഴ്ച കാണും. ലങ്കയെന്ന് ഒരു വിമ ഉയർന്നു പൊന്തണു. അതിലാരോ ഇരിക്കുന്നുണ്ട്. അതങ്ങനെ പോവും. ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അത് തിരിച്ചു വരും. ഇതൊരു നിത്യക്കാഴ്ചയായി. ഇതാദ്യം കൗതുകത്തോടു കൂടിയിട്ടാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഇവർക്കൊരു സംശയം, ഇത് എന്താണ് സംഭവം? അവർ നേരെ ചെന്ന് അച്ഛനായ വിശ്രവസ്സ മഹർഷിയോട് ചോദിച്ചു, ദിവസവും ആരാ ഇങ്ങനെ ഈ വിമാനത്തിൽ അങ്ങടും ഇങ്ങടും ഒക്കെ പോയി വരണത്? അപ്പോൾ വിശ്രവസ്സ് പറഞ്ഞു, മക്കളെ, അത് നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ്, വൈശ്രവണനാണ്. വലിയ ധനവാനാണ്. അദ്ദേഹത്തിൻ്റെ അനുജന്മാരല്ലേ നിങ്ങൾ? പക്ഷേ നിങ്ങൾക്ക് അതിനൊന്നും യോഗമില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ രാവണനും കുംഭകർണനും ഒക്കെ അസൂയ മൂത്തു. അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇത് എന്തായാലും നമുക്കും കൂടി അവകാശപ്പെട്ടതല്ലേ, അത് പിടിച്ചടക്കിയേ പറ്റൂ. അതിനിപ്പോൾ എന്താ വഴി? എല്ലാവരും കൂടി തപസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവർ ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്തതേ. രാവണനും കുംഭകർണനും വിഭീഷണനും തപസ് തുടങ്ങി. ഇവരെ ശുശ്രൂഷിച്ച് ശൂർപ്പണേഖയും ഖരനും കുറച്ചു കാലം തപസ് ചെയ്തിട്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നില്ല. അപ്പം രാവണൻ തൻ്റെ ഒരു തല അറുത്തങ്ങോട്ട് ഹോമിച്ചു. അങ്ങനെ ഒരേ തലയായിട്ട് അറുത്ത് ഹോമിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷനായി. എന്ത് വരാ വേണ്ടേ ചോദിച്ചു. അപ്പം രാവണൻ പറഞ്ഞു, എനിക്ക് അമരത്വം വേണം. ഏയ്, അതൊരിക്കലും സാധ്യമല്ല, ജനിച്ചാൽ മരിച്ചേ പറ്റൂ. അപ്പം രാവണൻ ആലോചിച്ചു, എന്നാൽ ഏതെങ്കിലും മനുഷ്യൻ്റെ കൈകൊണ്ടായാൽ വിരോധമില്ല എന്ന് പറഞ്ഞു. എന്താ വെച്ചാലേ, മനുഷ്യന്മാർക്ക് രാവണൻ്റെ പേര് കേട്ടാലേ ബോധക്ഷയം വരൂ. പിന്നെണ്ടാവാൻ എന്നെ കൊല്ലാൻ വരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വരം മേടിച്ചു. കുംഭകർണൻ ആവശ്യപ്പെട്ടത് ഞാൻ സർവശക്തനായിരിക്കണം എന്നാണ്. ഇതൊരു പുലിവാല് പിടിച്ച വരാവുന്ന് ബ്രഹ്മാവിന് തോന്നി. ഉടനെ സരസ്വതി ദേവിയെ കൊണ്ട് കുംഭകർണൻ്റെ നാവിൽ പ്രവേശിക്കാൻ പറഞ്ഞു. സരസ്വതി ദേവി പ്രവേശിച്ചു. എന്നിട്ട് കുംഭകർണൻ ചോദിച്ചത് നിദ്രയാണ്. ബ്രഹ്മാവ് ആ വരം ഉടനെ സന്തോഷത്തോടു കൂടി കൊടുക്കുകയും ചെയ്തു. അടുത്തത് വിഭീഷണൻ്റെ ഊഴ. വിഭീഷണൻ ചോദിച്ചത്, എന്ത് വിഷമഘട്ടം വന്നാലും എനിക്ക് ധർമ്മഭ്രംശം സംഭവിക്കരുത് എന്ന്. ബ്രഹ്മാവ് ആ വരവും കൊടുത്തു. അങ്ങനെ വരമൊക്കെ കിട്ടി സന്തോഷമായിട്ട് എല്ലാവരും എത്തി. ഇവിടെ എത്തിയപ്പോൾ രാവണനൊരു സങ്കടം. തൻ്റെ അനുജൻ കുംഭകർണൻ നിദ്ര വാങ്ങിച്ചു. ഇപ്പം എന്തായി? ഇത്രയും ശക്തിമാനായ ഒരു അനുജനുണ്ടായിട്ട് ഒരു ഉപകാരവും ഇല്ല, എപ്പോഴും ഉറക്കാം. ആദ്യ കുംഭകർണനെ കൊണ്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്യിപ്പിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷമായി. എന്നിട്ട് കുംഭകർണൻ പറഞ്ഞു, ഇങ്ങനെ ഉറങ്ങിയാൽ പറ്റില്ല, എനിക്ക് ഈ ഉറക്കത്തിൻ്റെ വരം മാറ്റി തരണമെന്ന്, എന്നെ സർവശക്തനാക്കി തരണമെന്ന്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, തന്ന വരം തന്നതാ, അത് മാറ്റാൻ പറ്റില്ല, അതൊന്ന് കുറച്ച് തരാം. ഒരു 6 മാസം ഉറങ്ങുക, ഇനി ബാക്കി 6 മാസം താൻ സർവശക്തനായിട്ടിരിക്കുകയും ചെയ്യുന്നു. ശരി, കിട്ടിയത് കിട്ടിയെന്നും പറഞ്ഞ് തിരിച്ചെത്തി. ഇവർ തിരിച്ചെത്തിയപ്പോൾ ആദ്യം തന്നെ തീരുമാനം എന്താ? വൈശ്രവണൻ്റെ കയ്യിൽ നിന്ന് ആ വിമാനം പിടിച്ചെടുക്കണം. വൈശ്രവണൻ ഇങ്ങനെ താമസിക്കുന്ന ലങ്കയുണ്ടല്ലോ, അതും വേണം. അവിടെ ചെന്ന് വൈശ്രവണനായിട്ട് വഴക്കിന് പുറപ്പെട്ടു. വൈശ്രവണൻ നേരെ മുത്തച്ഛൻ്റെ അടുത്തെത്തി. ബ്രഹ്മാവ് പറഞ്ഞു, മോനെ, വെറുതെ ഈ രാക്ഷസന്മാരായിട്ട് വഴക്കിനൊന്നും പോണ്ട, നീ ഒരു കാര്യം ചെയ്യേ, ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് ചെന്ന് വിവരം പറയേ, അദ്ദേഹം എന്താച്ചാ ചെയ്യുന്നു പറഞ്ഞു. ശ്രീ പരമേശ്വരനെ കണ്ട് പറഞ്ഞപ്പോൾ ശ്രീ പരമേശ്വരൻ ശരി വിശ്വകർമാവിനെ വിളിച്ചിട്ട്
തൻ്റെ അടുത്ത് തന്നെ അളകാപുരി എന്ന് പറഞ്ഞൊരു നഗരം ഉണ്ടാക്കുക. എന്നിട്ട് അവിടെ വിശിഷ്ടമായിട്ടുള്ള ഒരു രാജധാനിയും പണിയുക. യക്ഷകിന്നരന്മാർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വിശ്വകർമാവിനെ ഏൽപ്പിച്ചു. അങ്ങനെ വിശ്വകർമാവ് അളകാപുരി നിർമ്മിച്ചു. ഒന്നും പറയാണ്ട് വൈശ്രവണൻ നേരെ താമസം അങ്ങോട്ട് മാറ്റി. ഒരു യുദ്ധമില്ലാണ്ട് ചേട്ടൻ ഓടിപ്പോയി. രാവണന് സന്തോഷമായി. രാവണൻ വന്ന് ലങ്കയിൽ താമസാക്കി. എന്നിട്ട് പണ്ട് പേടിച്ച് ഓടിപ്പോയ രാക്ഷസന്മാർ പാതാളത്തിൽ താമസിക്കണ്ടല്ലോ, അവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നു. നമുക്ക് രാക്ഷസന്മാർക്കുള്ള ഒരു രാജ്യം തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണത്, എല്ലാവരും ഇവിടെ സന്തോഷമായിട്ട് താമസിച്ചോളൂ എന്നും പറഞ്ഞു. ഈ രാവണൻ്റെ അധാർമികത്വത്തിൽ ഋഷിമാരും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായി. അപ്പം അവരെന്ത് ചെയ്തു? ബ്രഹ്മാവിനെ കണ്ട് രാവണൻ്റെ ഉപദ്രവം എങ്ങനെയെങ്കിലും തീർത്തു തരണമെന്ന് പറഞ്ഞു. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു, വിഷമിക്കണ്ട, ഒരു മനുഷ്യന് മാത്രമേ രാവണനെ കൊല്ലാൻ പറ്റുള്ളൂ. മനുഷ്യന്മാർക്കാണെങ്കിലോ രാവണൻ്റെ പേര് കേട്ടാലേ ബോധക്ഷയം വരുന്നു. അതുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ മനുഷ്യനായിട്ട് അയോധ്യയിൽ അവതാരെടുത്തിരിക്കുന്നു. ശ്രീരാമചന്ദ്രൻ എന്നാണ് പേര്. അദ്ദേഹം രാവണനെ കൊന്നോളൂ. ഈ കഥ നമ്മുടെ മഹാഭാഗവതം കഥയിൽ 43-ാമത്തെ ഭാഗമായിട്ട് ശ്രീരാമ അവതാരം എല്ലാവരും എടുത്ത് കേൾക്കുക. ദേവന്മാരെ, നിങ്ങൾ ശ്രീരാമനെ സഹായിക്കാൻ വേണ്ടി വാനരന്മാരായിട്ട് കാടുകളിൽ പോയി ശ്രീരാമൻ്റെ വരവും കാത്തിരിക്കൂ. ഈ രാവണൻ ശ്രീരാമൻ്റെ ഭാര്യ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകും. അപ്പോൾ സീതാദേവിയെ അന്വേഷിച്ച് ശ്രീരാമൻ വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കൂ. എന്നിട്ട് ദുന്ദുബി എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസിയെ സൃഷ്ടിച്ചു. ആ രാക്ഷസിയെ ഈ അയോധ്യ രാജധാനിയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ പോയിട്ട് കൈകേയീരാജ്ഞിയുടെ ദാസിയായിട്ട് മന്ധര എന്നുള്ള പേരിൽ നീ താമസിക്കുക. എന്നിട്ട് വേണ്ട വിധം കൈകാര്യം ചെയ്ത് ശ്രീരാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കൂ എന്ന് ബ്രഹ്മാവ് ദുന്ദുബിയെ അയോധ്യയിലേക്ക് പറഞ്ഞയച്ചു. ഇതാണ് രാമായണം കഥ. ശ്രീരാമചന്ദ്ര, ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും സായുജ്യം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.